മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥയിൽ സഹോദരിയുടെ സ്വർണമാല മറ്റൊരാൾ വാങ്ങി പണയം വെച്ചിരിക്കുകയാണ്. അത് വാങ്ങാൻ അനിയത്തിയുമായി വരുമ്പോൾ ഉണ്ടാകുന്ന പൂരമാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഹലോ ഹലോ ഹലോ, ഇതാരെന്താ ഇത്? പിന്നെ അനിയത്തി, ഞാൻ പറഞ്ഞല്ലോ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ. എന്ത് ഫോണ് പൈസ ഇല്ല, വിളിച്ചാലും എടുക്കാൻ പറ്റത്തില്ല. എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല. എന്ത്? ഫോണിൽ പൈസ തീർന്നു. ഞങ്ങള് വിളിച്ചപ്പോ എടുക്കാനുണ്ട്. ആര് വിളിച്ചത്? ചേച്ചിയാണോ വിളിച്ചത്? അവള് മാലയുടെ ആളാ. ഇതാ ഇയാളാ മാലയാ ഞാൻ തന്നത്. ഇപ്പൊ മാല വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ട് അത് ഇപ്പൊ ടെൻഷൻ കാരണം അയാൾക്ക് ഉറക്കം പോലും ഇല്ല. പൈസ ഇല്ലാത്തോണ്ടാണ്. പൈസ ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ഒരാഴ്ച പറഞ്ഞാണ് വാങ്ങിച്ചോണ്ട് പോയത്. മര്യാദ വേണ്ട. ഒരാഴ്ച പണയം വെച്ച് തുണ്ടെടുത്തോണ്ടോ? പണയം വെച്ച്, പക്ഷെ ഇപ്പൊ പൈസ പണയം വെച്ച് തുണ്ടെടുത്തോണ്ടോ? നിങ്ങൾ വേറെ പണയം വെച്ച് തുണ്ടെടുത്തോണ്ടാ? അപ്പൊ ചേച്ചി എടുക്കോ? തുണ്ട് ചേച്ചി മര്യാദ ഉള്ള പണയം വെച്ച് തുണ്ട് കാണിട്ട് ആദ്യം ഒരു മുതൽ വാങ്ങിച്ചോണ്ടോ നിങ്ങൾ പണയം വെച്ച് ഒരാഴ്ചക്ക് തരാന്ന് പറഞ്ഞു. തുണ്ടെടുത്തോണ്ടോ ആദ്യം? നിങ്ങൾ എന്റെ ഞങ്ങൾക്ക് ആദ്യം അറിയണമല്ലോ. തുണ്ടെടുത്തോണ്ടാ? പണയം വെച്ച് തുണ്ടെടുത്തോണ്ടോ? അത് കാണൂല്ലോ. ഞങ്ങൾ എടുക്കാനെന്ന് പറയുന്നത് എന്തുവാ? ചേച്ചി, ഞാൻ ചേച്ചിയുടെ വാങ്ങിച്ചെന്ന് പറഞ്ഞാലേ ചേച്ചിക്ക് സഹോദരങ്ങളുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്. എടുത്തോണ്ടാ? തുണ്ട് ആദ്യം എടുത്തോണ്ടാ? പണയം വെച്ച തുണ്ടെടുത്തോണ്ടാ? ആളുകൾ കൂട്ടാതെ പണയം വെച്ച തുണ്ടെടുത്തോണ്ടാ? ഞാൻ ആരെയും കൂട്ടുന്നില്ലല്ലോ. ഞാൻ ആരെയും കൂട്ടുന്നുണ്ടാ? ഒന്നും വേണ്ട, തുണ്ടൊന്ന് കാണട്ടെ. ഇത് ഏതാ അനിയത്തി? തുണ്ടെടുത്തോണ്ടോ? പണയം വെച്ച തുണ്ട് ബാക്കി പിന്നെ സംസാരിക്കാൻ. പണയം വെച്ച തുണ്ട് അങ്ങ് കാണണം. പണയം വെച്ച ഞാൻ എടുത്ത് തരാല്ലോ. എന്റെ തുണ്ട് കാണിക്കുന്ന തന്നെ എന്താപ്പം? ഞങ്ങളിപ്പോ ചോദിച്ചില്ലല്ലോ, മുതൽ ചോദിച്ചില്ലല്ലോ. ഞങ്ങള് സാധനം വാങ്ങിച്ച് പണയം കൊണ്ട് വെച്ച് നിങ്ങൾ ഒരാഴ്ച പറഞ്ഞ് ഇത്ര ദിവസമായി. ആ തുണ്ടൊന്ന് കാണണം. ഇപ്പം കാണിക്കുന്ന വിഷമൊന്നുമില്ലല്ലോ. തുണ്ടെടുത്തോണ്ട ചേച്ചി, നമ്മളത്രയും സ്നേഹത്തിലിരുന്ന് തയ്ക്കാനൊക്കെ കൊടുത്തു. തയ്ക്കാൻ കൊടുക്കുന്നത് അത് സ്നേഹമുള്ളവരെല്ലാരും പറ്റിച്ചോണ്ട് ഇയാൾ തുണ്ടെടുത്തോണ്ട്. അത് ഞാൻ പറ്റിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ പറയുന്നത് ഒരാഴ്ച എന്ന് പറയുന്നത് ഇപ്പൊ ഇത്ര 2 മാസം തന്നെ പറ്റിപ്പാ. അതില്ലാത്തോണ്ടല്ലേ ഇല്ലാത്തതെങ്കിൽ ഞാൻ നാട്ടുകാർക്ക് മൊത്തം കൊടുക്കണമല്ലോ. ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ ഇയാൾ തുണ്ടെടുത്തോണ്ടാ കളിക്കാതെ. തുണ്ടെടുത്തോണ്ടാ ചേച്ചി എന്തിനാ എന്റെ ഹസ്ബൻഡ് അറിഞ്ഞ കാര്യമാ ഞാൻ ഇവർക്ക് സഹായിച്ചത്. ഇവർ എന്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾക്ക് തന്നത്. ചേച്ചിയുടെ കഴുത്തിലല്ലേ ആ മാല? എന്റെ സഹോദരന് ഞാൻ കൊടുത്തതാ ഇടാന്. സഹോദരന് കൊടുത്തതാ? എന്റെ സഹോദരിക്ക് ഞാൻ കൊടുത്തത്. അതിപ്പോ അയാൾ കഴുത്തി കിടക്കുന്നോ നിങ്ങൾക്ക് വെറുതെ തരണോ? ഞാൻ തുണ്ടെടുത്തോണ്ട് എനിക്ക് ഫോട്ടോ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് കാണിക്കണം. ഇങ്ങനെ നടന്ന് ബഹളം വെക്കാൻ ഞാൻ പോയില്ലല്ലോ. ഞാൻ എന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്. വീടാണെങ്കിലും വാടക വീടാണെന്ന് നിങ്ങളെ വീടാണെന്ന്. വാടക വീട് തന്നെ എങ്കിലും നമ്മൾ എടുത്തോണ്ടാ തുണ്ട്. എനിക്ക് ഹസ്ബൻഡിനെ കാണിക്കണം. അയാളിപ്പോ എന്റെ അടുത്ത് വീട് എനിക്ക് പണി നടക്കുന്നത് എനിക്ക് ഞാൻ ചോദിച്ചപ്പോ ആ കാര്യം പറയുന്നത്. അപ്പൊ തുണ്ടെടുത്തോണ്ട് ഹസ്ബൻഡ് കാണിക്കുന്നത്. ഇതാണ് ഒരാളുണ്ട് അത്രയും എമൗണ്ട് ഉള്ള സാധനം അത്. അപ്പൊ അത് ഇത്രയും രൂപ ഇരിക്കുന്നത് എനിക്ക് കാണിക്കണ്ടേ? അല്ലെങ്കിൽ എന്റെ ചേട്ടത്തിൽ ഞാനുള്ള ബന്ധമില്ലാതാ. എടുത്തോണ്ടാ തുണ്ടെടുത്തോണ്ടാ? ഇപ്പൊ ഒരാൾ സഹായിച്ച് അയാൾ ഒരാഴ്ചക്കകം എടുത്തു തരാന്നുള്ള രേഖ എനിക്ക് കാണിക്കാൻ. അല്ലെ അയാൾ കേൾക്കത്തില്ല. അയാൾ ചീത്തോടിക്ക് ഇവിടെ വന്നിരിക്കും. അയാൾ സ്വാഭാവികം ഇവിടെ വന്നിരിക്കുന്ന എന്തിനാ? ചേച്ചിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ചേച്ചി പറഞ്ഞല്ലേ എനിക്ക് തന്നത്. ചേച്ചിയുടെ തന്നിട്ട് മാസോത്തരായി. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇയാളെ ചൂണ്ടിക്കാണിക്കുന്നു. ഇയാള് വാങ്ങിച്ചോണ്ട് പോയി. ഞാൻ ഇപ്പൊ പിന്നെ എന്തോ വേണം? ചേച്ചി എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞു? ഞാൻ എടുത്ത് തരൂലേ? ഇയാള് വേറെ ഞാനൊന്നും ഞാൻ ചോദിച്ചില്ല. പണയം വെച്ച് തുണ്ടെടുത്തോണ്ട് വരാൻ ഞാൻ പൈസ അല്ലേ ചോദിച്ചാൽ എന്റെ സ്വർണ്ണമല്ലേ ഇപ്പൊ ചോദിച്ചാ? ഇയാൾ തുണ്ടെടുത്തോണ്ട് ആദ്യം പോയി. ചേച്ചി ഈ ന്യൂ ഇയർ സമയമായിട്ട് ചേച്ചി നമ്മളെ സന്തോഷം ഇല്ലാണ്ടാക്കും. നിങ്ങൾക്ക് ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാ. പക്ഷെ ഈ മുതൽ നഷ്ടപ്പെടുന്ന ഒരു സന്തോഷം വേറെയാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ എടുത്തോണ്ടാ തുണ്ടെടുത്തോണ്ടാ? അതെടുത്തോണ്ട് ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എന്തേരെടുക്കട്ടെ? ഫോട്ടോ എന്റെ ഹസ്ബൻഡിനെ കാണിക്കണം. എടുത്തോണ്ട് വാ. ഹസ്ബൻഡിനെ വിളിച്ചാ ഞാൻ സംസാരിക്കാം. ചേച്ചി ചിരിക്കല്ലേ? പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്റെ മുതൽ വാങ്ങിച്ചിട്ട് ഞാൻ ചോദിക്കാൻ പറ്റുന്ന ഹസ്ബൻഡ് എനിക്ക് രേഖ കാണിക്കണം. എന്റെ ചേട്ടത്തി ഇങ്ങനെ കൊണ്ട് പണയം വെച്ചിരിക്കുന്നു. ഇയാൾ വെച്ചെന്നല്ല പറയാൻ പോകുന്നത്. ചേട്ടത്തി വെച്ചെന്ന് പറയാൻ പറഞ്ഞ. അല്ലെങ്കിൽ എനിക്ക് അവിടെ കയറാൻ പറ്റും. അല്ല എന്റെ പേരല്ലേ കിടക്കുന്നത്. അപ്പൊ ചേട്ടത്തി വെപ്പിച്ചെന്ന് പറയും. എടുത്തതായിരിക്കും. എനിക്ക് രേഖ കാണിക്കണം എന്റെ ഹസ്ബൻഡിന്. ഇത്രയും ചേച്ചി പറഞ്ഞാ പോരെ? ചേച്ചി പറഞ്ഞ ചേച്ചി ഒരാഴ്ച എന്റെ അടുത്ത് അവധി പറഞ്ഞു. അതിനിപ്പോ 2 ആഴ്ച പറഞ്ഞു. ഇപ്പൊ പിന്നെ വീണ്ടും പോയാ ഞാൻ എന്റെ സോദരനെ വെച്ച്. ഞാൻ ഇപ്പൊ എന്റെ മക്കളെ വിട്ടിട്ട് ഞാൻ ഓടി വന്നതാ പുനലൂർ വരെ. ഞാൻ വരത്തില്ല എപ്പോഴും. ഞാൻ വന്നതാ. കല്യാണത്തിന് കൊടുത്തതാ ഞാൻ. അത് പണം എടുത്തത് ഞാൻ അറിഞ്ഞില്ല. ഒരു പണം എടുത്തപ്പോ എനിക്ക് തരണ്ടേ? അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു 2-3 ദിവസം ഇട്ടേക്കട്ടെ കഴുത്തിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. കൊറേ നാളുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ കൊടുത്തതാ. ഒരു കൊച്ചുമാല കിടന്നു. അത് ഇയാൾ ശ്രദ്ധിച്ചായിരുന്നു. അതും എന്റേതായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചോണ്ട് പോയി. അത് ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ വലിയ മാല കിടക്കുന്നതായിരുന്നു. തുണ്ടെടുത്തോണ്ട് ഞാൻ പറയേണ്ട തുണ്ടെടുത്തോണ്ട് എനിക്ക് ഫോട്ടോ എടുക്കണം. ചേച്ചി തുണ്ടൊന്നും എന്റെ കയ്യിലില്ല. ഞാൻ അവിടെ തന്നെ വെച്ചേക്കാണ്. അവിടെ തന്നെ വെച്ചേക്കാണ്. പണയം വെച്ചേക്കുന്നത്. നമ്മൾ സ്ഥിരം പണയം വെക്കുന്നുണ്ട്. ബാങ്കിന്റെ പേര് പറ. ബാങ്കിന്റെ പേര് പറ. കുങ്കുമം ഫിനാൻസ്.
ഞാൻ വിളിക്കും നമ്പർ എനിക്കറിയാം വിളിപ്പിക്കാൻ. ചേച്ചി, കുങ്കുമം ഫിനാൻസ് എന്നെ കാണാൻ കൊച്ചിന്റെ പേരെന്തുവാ? ഷൈനി. ഞാൻ കുങ്കുമം ഫിനാൻസ് ഞാൻ വിളിപ്പിച്ചു. ചുമ്മാതെ അങ്ങനെ ഇല്ല, കുങ്കുമം ഫിനാൻസ് ഇല്ലേ ഇവിടെ? അങ്ങനൊന്നും ഇല്ലടി. എന്തിനാ ഈ കള്ളത്തരം പറയുന്നത്? ഞാൻ എന്തേലും കള്ളത്തരം ചേച്ചി എന്നെ ഞാൻ എന്തേലും ചെയ്യാനായിട്ട് ഞാൻ ചേച്ചിയുടെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എനിക്കറിയത്തില്ല. ഭർത്താവ് ഇവിടെ ഇല്ല, ജോലിക്ക് പോയേക്കുന്നു. എപ്പോ വരും? രാത്രി വിളിച്ചോണ്ട് വരും. എപ്പോ ചോദിച്ചാലും ഇങ്ങനെ പറയുന്ന പണയം വെച്ചോ. പണയം വെച്ചത് എന്തൊരു പാടിച്ചില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി. കാര്യം പറയണ്ട. ഇപ്പൊ ഇയാൾ തുണ്ട് കാണിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ പോലീസിനെ വിളിച്ചാൽ രേഖ എനിക്കാൾ എന്റെ വാങ്ങിച്ചോളൂ. അയ്യോ, പോലീസിനെ വിളിക്കുന്നത് ഞാൻ ചേച്ചിയുടെ നിന്ന് മേടിച്ചതിന് വല്ല തെളിവുണ്ടോ? ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അല്ലേ ചേച്ചി, ഞാൻ ചോദിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എനിക്കും ചോദിക്കണമല്ലോ. രേഖ കാണിക്കാൻ ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ ഒരു കാര്യം പറ്റും. ഞാൻ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്ത് തരാം. അത് പറഞ്ഞു. ഇപ്പൊ എനിക്ക് പൈസ കിട്ടും, ഒരാഴ്ച ആകുമ്പോ പൈസ കിട്ടും. ഒത്തിരി കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നിരിക്കും. ഞാൻ ഇവിടെ സ്ഥലമുണ്ട്, കിടക്കാനും സ്ഥലമുണ്ട്. തുണ്ടെന്നും പറഞ്ഞു ചേച്ചി ഇരിയെങ്കിൽ ഞാൻ കസേര ഇട്ട് തരാം. ഞങ്ങൾ മുതൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് നല്ല ശീലമാണ്. ഞാൻ എന്തേലും ശീലമായി പോയി കാണും. അത് 1-2 പവനല്ലെന്ന് ഇയാൾക്ക് നല്ലപോലെ അറിയാലോ. 4.5 പവൻ അറിയാം. കാര്യം ഞാൻ മേടിച്ചല്ലേ, ഞാൻ കൊണ്ട് വെച്ചതുമല്ലേ. തുണ്ട് കാണില്ല. ഞാൻ ഏക്കാതിരുന്നാലും കുഴപ്പമില്ല, ഞാൻ ഏക്കയല്ലേ. ഇല്ല, എനിക്ക് തുണ്ട് കാണണം. തുണ്ട് ഇയാൾ വിറ്റാന്ന് എനിക്കറിയാം. തുണ്ട് ഞാൻ എന്തിനു വിൽക്കണം? വിറ്റോണ്ടായിരിക്കും ഇയാളെ തുണ്ടില്ലാത്ത പടം വെച്ച ഒരു വ്യക്തി തുണ്ട് കാണത്തില്ലയോ? അത് തന്നെ ഞാൻ പണയം വെച്ചെന്ന് ചേച്ചി പറയല്ലേ ചേച്ചി. ചേച്ചി ഇങ്ങനെ പറയില്ലേ ചേച്ചി? ഞാൻ കേക്കൊക്കെ ഉണ്ടായി തന്ന് തിന്നിട്ടല്ലേ ചേച്ചി എന്നെ കള്ളിന്ന് പറയുന്നത്? ചേച്ചിക്ക് ഇപ്പോഴും തമാശയാണല്ലേ ചേച്ചി? ഒരാളിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ. ഇത് ചേച്ചിയുടെ അനിയത്തിയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് ഫാമിലി ഫോട്ടോ ആണ്. കാര്യം അനിയത്തി അല്ല എന്റെ അടുത്ത് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നു ഇത്ര ഇതായിട്ട്. വിളിച്ചോണ്ട് വന്നാ അങ്ങോട്ട് നില്ല്, കാണിച്ചു തരാം. അടിക്കൂടി ചിലപ്പോ. അയ്യോ, ഞാൻ എന്തിനാ അടിക്കണം ചേച്ചി? ഞാൻ ഫോട്ടോ ആണ് ഇങ്ങനെ എത്തി നോക്കിയത്. എന്റെ കെട്ടിയവനെ നീ കാണണം. ഞാൻ എന്തിനു കാണണം ചേച്ചിയുടെ കെട്ടിയവനെ? ഞാൻ അടങ്ങും. വാ എന്റെ കൂടെ വാ. ഞാൻ ഏത് ബാങ്കിലാന്ന് പറഞ്ഞാലും വരാം. വാ. ഇന്ന് അവിടെ അവധി ചേച്ചി. നാളെ അവധി ന്യൂ ഇയറിന്. എന്റെ കൂടെ വാ, ഞാൻ വരാം ബാങ്കില്. ചേച്ചി എടുക്കോ, പണം എടുക്കോ? ഞാൻ എടുക്കേണ്ട ഒരു കാര്യം എന്തോ? പിന്നെ എന്തിനു വരുന്നു? രേഖ കാണണം. എനിക്ക് രേഖ കാണണം. ഇയാൾ എവിടെ കൊണ്ട് വെച്ചെന്നുള്ള രേഖ എനിക്ക് കാണണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞല്ലേ? എടുത്ത് തരാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണണം എവിടെ വെച്ചേ. ചേച്ചി ഞാൻ എടുത്ത് തരാം ചേച്ചി. അതിനെന്നാ തുണ്ട് കാണില്ലേ? ചേച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചി വന്ന നേരം തൊട്ട് തുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് തിരിച്ചു പറഞ്ഞൂടെ? എനിക്ക് തന്നതിന് വല്ല തെളിവുണ്ടോ ചേച്ചിക്ക്? ഉണ്ടോ? നീ പറഞ്ഞാണൊക്കെ എന്റെ അവര് പറയുന്നത്. ഞാൻ കാര്യമൊന്നും മാറൂലായിരുന്നു. ഇത്രയും ഗുണ്ടായിസം കാണിക്കുന്നോണ്ട് ഞാൻ സംസാരിച്ച തന്നെ. ആ ഗുണ്ടായിസം തന്നെയാണിത്. എത്ര ആഴ്ച കൊണ്ട് പറയുന്നു ചേട്ടത്തി കേൾക്കുന്നു. അല്ലെങ്കിൽ എത്ര അതൊരവസ്ഥ വരുമ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല. നമുക്ക് ആഴ്ച കൊണ്ട് ആ ചേട്ടത്തി കേൾക്കുന്നു. അപ്പൊ ഇയാൾ മനസ്സിലാക്കണം എത്രമാത്രം ആ പരിധി വിട്ടുന്ന ഇയാൾ കാണിച്ചത്. ഒരാഴ്ച അവധി എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് പോയ സാധനം ആണോ അല്ലേ? ആണ്. പിന്നെ 2 മാസം കേട്ടാ 2 മാസം ഗുണ്ടായിസോന്നാണ് ഈ നാട്ടുകാർ ചോദിക്കും. ഇയാളുടെ ഫർസാണോ ഗുണ്ടായിസം, ഞങ്ങളാണോ ഗുണ്ടായിസോ? അപ്പൊ അവര് നാട്ടുകാർ ചോദിക്കും അത്രയും വിശ്വസിച്ച് എന്തിന് ഇത്രയും പവ എടുത്ത് കൊടുത്തെന്ന് ചോദിക്കോ? വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞല്ലോ മനസാക്ഷിന്ന്. ആ അതെ, അതുകൊണ്ട് ഞാൻ ചതിക്കൂല. ഞാൻ ചതിക്കൂല. തൂങ്ങിയ ആര് പറയും? ചേച്ചി എന്തിനു തൂങ്ങണം? ഞാൻ നിൽക്കും മുതലിന്. ഞാൻ ഇയാൾക്ക് നിൽക്കുന്ന ഡബിൾ നിൽക്കും എന്റെ ചേട്ടത്തി. ചേച്ചി സ്വർണ്ണവും പണമാണ് ചേച്ചി വലുത്. എനിക്ക് സ്വർണ്ണം വേണം. എന്റെ കെട്ടിയവരെ എന്റെ സ്വർണ്ണം വേണം. ചേച്ചി ഒരു ഇത് വന്നാ അങ്ങ് പോവൂലേ ചേച്ചി? ഇതൊക്കെ ഈ ജീവൻ പോന്നെങ്കിൽ ഞാൻ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ പ്രശ്നമാകത്തില്ലേ? പെണ്ണുങ്ങളായിട്ടുള്ള കളിയാ. എന്റെ ചേട്ടത്തെ വിശ്വസിച്ച് കൊടുത്ത സാധനമാണ്. ഇവരെ ഞാൻ ശല്യം ചെയ്യും. ഇവര് വേറെ തൂങ്ങിയ ഇയാൾ തരാത്തം പറയാം. അപ്പൊ സ്വന്തം ചേച്ചി കൊല്ലു അല്ലേ? എനിക്ക് കൊല്ലും. എന്റെ സ്വർണ്ണം അവര് തന്നില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെ മനസാക്ഷിയില്ലാതെ കാണിക്കല്ലേ ചേച്ചി. ഈ സ്വർണ്ണം പണമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾ ഉണ്ടാക്കാൻ ഇല്ലാത്തവർക്കും ഉള്ളവർ തരണം. എല്ലാവർക്കും അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. അല്ലാതെ ആരും വരുമ്പോഴേ കൊണ്ടൊന്നും വരുന്നത്. ചേച്ചി നമ്മളും കഷ്ടപ്പെടുന്നു. പക്ഷെ നിങ്ങൾ ചിലപ്പോ പണമുള്ളവരായിരിക്കും. പണമുള്ളവരൊന്നുമല്ല. ഞങ്ങളും കഷ്ടപ്പെട്ട് വളരുന്നത്. ഞങ്ങൾ എന്റെ കെട്ടിയൊരു നേരം വെളുക്കുമ്പോ പോകുന്നത് അധ്വാനിക്കാൻ. അതേക്ക് പലരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ഞങ്ങൾ തൂർത്തടിക്കാതെ കിട്ടുന്നത് ഉരുക്കൂട്ടി ഉണ്ടാക്കുന്നതാ. അല്ലാതെ ഞങ്ങൾ ജനിച്ചപ്പോഴേ സ്വർണ്ണം കൊണ്ട് വന്നവരൊന്നുമല്ല.
അത് വാങ്ങിച്ചവർക്ക് അന്ന് സിങ്ക് 2 മാസം മതിയാൻ തന്നെ ഞാൻ ചേച്ചി ഒരാഴ്ചയും കൂടെ സമയം താഴ്ച ഒത്തിരി ദിവസം കൊണ്ട് തന്നെ ഒരാഴ്ച വെച്ചത് പറയുന്നുണ്ട് വെച്ചോ. എനിക്ക് ഒരാഴ്ച എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്റെ സ്വർണ്ണം നാളെ ചേച്ചി നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞല്ലേ ചേച്ചി. അതാ അപ്പൊ അവള് പറഞ്ഞ സത്യം. ഞാൻ സ്വർണ്ണം ചേച്ചി കസേര ഇട്ടേ. പറഞ്ഞ സ്വർണ്ണം തരാൻ പറ്റും. എനിക്ക് തലവേദന എന്ന് തുടങ്ങിയെന്ന് അറിയാം. എന്റെ സ്വർണ്ണം ഇങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ ആശുപത്രി പോയില്ലേ തലവേദനക്ക്? ഇയാൾ വാങ്ങിച്ചു വെച്ചെന്ന് ഈ ചേട്ടത്തെ വിളിച്ചു പറഞ്ഞ അന്നോട്ട് തുടങ്ങി എനിക്ക് തലവേദന. ഷൈനി പ്രമോദ ഞാൻ തന്നെ. നിങ്ങൾ ഈ ബാങ്കിൽ വള കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എന്താ എടുക്കാത്തത്? സാറേ ഫോണില് പൈസ ഇല്ലാത്ത. പൈസ ഇല്ലാതെ നിങ്ങൾ ഫോൺ വിളിക്കില്ലേ? ഞങ്ങൾ എത്ര ദിവസം ഞങ്ങൾ 4 പവന്റെ മാല 2 മാല 2 വള വെച്ചായിരുന്നു. ചേച്ചി ആ കഥ ഇവിടെ പറയുന്നതിന് 2 വളയുണ്ട്. വള ഉണ്ടോ? ഉണ്ട്, 2 വളയും കൊടുത്തത്. സംസാരിക്കും 2 സെക്കൻഡ്. ആദ്യം അതാ കൊടുത്തത്. അല്ല പറയട്ടെ, നിങ്ങൾ ഈ വള കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ഇത് ഇവിടെ ഇങ്ങോട്ട് മാറി ഈ സാധനം ഈ കൊടുത്തതല്ല. ആണോ? വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ. 2 വള കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളിത് എത്ര തവണ നിങ്ങൾ വിളിച്ചു, എത്ര നോട്ടീസ് ആയി, നിങ്ങൾ എന്താ കൈപ്പറ്റാത്തത്? 4 ദിവസത്തിനകത്ത് സംഭവം പോവും. അത് സംഭവം ഞങ്ങൾ അത് വിൽക്കും. എന്നിട്ട് പിന്നെ വീണ്ടും 4 പവന്റെ എന്റെ മാല ഇടാൻ കഴിച്ചു കൊടുത്ത് അതും കൂടി ഊരി കൊടുത്തിരിക്കുന്നു. ചേച്ചി ഇതെന്റെ ഭർത്താവല്ലേ ഈ കഥ പറയാനായിട്ട്? ബാങ്കുകാരൻ എനിക്കെന്താ വിദ്യാഭ്യാസം അതിന് അവരുടെ ഈ കഥ പറയുന്നത് അവർക്കത് മനസ്സിലാവണതുണ്ട്. എന്റെ 4 പവന്റെ സ്വർണ്ണം വെച്ച് തുണ്ട് വാങ്ങിച്ചപ്പോ ബാങ്കിൽ ഇരിക്കുകയാണ്. ആ തുണ്ട് വാങ്ങിക്കാൻ വന്നത് അപ്പൊ അത് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ നിങ്ങളാ ഈ ചേട്ടത്തിക്ക് ഞാൻ ഇടാൻ കൊടുത്ത് ഞാൻ 4 പവന്റെ ചേച്ചി പറയട്ടെ, അതവര് പറയട്ടെ, നിങ്ങൾ ഉണ്ടായിരിക്കും. ഈ കൊച്ച ആദ്യമേ 2.5 പവന്റെ വളം എടുത്ത ഞാൻ അറിഞ്ഞില്ല. അത് ഇപ്പൊ ഞാൻ അറിഞ്ഞു. അത് ഞാൻ നിങ്ങളെ വളയാണ് സ്വന്തം വളയെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവച്ചത്. എന്റെ വളയാ. അപ്പൊ ബെക്കരെല്ലാം സ്വന്തക്കാരാ, സ്വന്തമാ. എന്നിട്ട് എന്റെ ഇവർക്ക് മാല കഴിക്കില്ല. 4 പവന്റെ മാല ഞാൻ കഴിച്ചു കൊടുത്തു. 3-ാം കുറ്റിയിലുള്ളയാ. 3-ാം കുറ്റി കണ്ടിട്ടുണ്ട്. ചന്ദനത്തോപ്പം 3-ാം കുറ്റി പറഞ്ഞു. ആ മാല അത് കൊടുത്ത് കഴിച്ചിടാൻ കൊച്ചു അവിടെ തയ്ക്കാൻ വന്ന് വശി കഴിച്ച് ആ മാല ഒരു പശു കഴിച്ചല്ല പിന്നെ എങ്ങനെ കൊണ്ടുപോയത്? ഈ മാല കൊണ്ടുപോയി ഇങ്ങനെയൊന്നും പറയില്ല. ഞാൻ വശീകരിച്ചോ ചേച്ചി? വളം വാങ്ങിച്ചു വെച്ചിട്ട് ഇയാൾക്ക് എങ്ങനെ തോന്നി വീണ്ടും ആ മാല വാങ്ങിച്ചു വെക്കാൻ? ആ വളം കൊടുത്ത് ഈ പെണ്ണെ അടിക്കേണ്ടത് കൊടു. അല്ല ഞാൻ മരിച്ചാൽ നിനക്ക് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്കല്ലേ അടി തരേണ്ടത്? നിങ്ങൾ ഈ തോന്നിയാസം എന്ന് പറയും മരിച്ചാൽ നിനക്ക് കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ സ്നേഹിച്ചു നമുക്ക് സ്വർണ്ണം കൊണ്ടാണ് നിങ്ങൾക്കാണ് കുഴപ്പമില്ലാത്തത്. 4 പവന്റെ മാല ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് 4 പവനാണ് വരുന്നത്. ഇതിപ്പോ ഈ വള പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വള കിട്ടൂല. 4 ദിവസം ഞങ്ങൾ അവസരം കൊടുക്കാൻ വളയൊക്കെയാ. ഞാൻ കൊണ്ട് നോട്ടീസ് കൊടുത്തപ്പോൾ ഇവരെ വളരെ വൃത്തിയായിട്ട് രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, സാധനം അത് പോട്ടെ, അത് പോട്ടെ എന്നാണ് അവർ പറഞ്ഞോടെ. നിന്നെ അടിക്കണ്ട. നീ എന്നിട്ട് എന്റെ 4 പവൻ വീണ്ടും ഊരി കൊടുത്തവർക്ക്. അമ്മ അറിയാടി, അത് എടുത്തരാന്ന് പറഞ്ഞാടി ഇത് മേടിച്ചെന്റെ. ചെയ്യുന്ന 2.5 ലക്ഷം രൂപയ്ക്ക് അവിടെ വെച്ചേക്കുന്നു. 2.5 ലക്ഷം രൂപയ്ക്ക് അവിടെ വെച്ചു. ഈ 2.5 ലക്ഷം രൂപ മാല വള ആ കെട്ടിയനെ എന്തിയാ കെട്ടിയ ജോലിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? കെട്ടിയാനൊന്നുമില്ല. ഇതൊക്കെ വെറുതെ പറയുന്നത്. ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. ഇടയ്ക്ക് വന്നപ്പോൾ അവര് ഒരു പ്രായമുള്ള ഒരാൾ നിൽക്കുന്നു. അപ്പൊ പറഞ്ഞു ഭർത്താവ് എന്ന് പറഞ്ഞു. അയാളെ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് എനിക്കറിയില്ല. ഇതൊക്കെ സത്യം പറഞ്ഞ അടി കൊടുക്കേണ്ട കേസാണ്. ഞാൻ ആണായിരുന്നുണ്ടെങ്കിൽ ചെവുക്കുറ്റി പുളക്ക ഞാൻ കൊടുത്തന്നെ. ചെവുക്കുറ്റി പുളക്ക ചോദിച്ചപ്പോ എന്നെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും അപ്പൊ ഈ എല്ലാം കൂടെ 6-7 ലക്ഷം രൂപ ആയില്ലേ? ഗോവിന്ദ നിങ്ങൾ ആരും അല്ലല്ലേ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാനായിട്ട്? എന്റെ ആരും അങ്ങനെയൊന്നും വെച്ചോ. 3-ാം കുറ്റിയാണോ ചോദിച്ചാ? ചേച്ചി വേഷം കെട്ടില്ല. ഞാൻ എന്നെ അറിയാലോ, ഞാൻ ഇവിടെ വന്നിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ലേ? പിന്നെ വേഷം കെട്ടി സാറിന് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ സഹോദരൻ എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഒരു കാര്യം പറയാം. അമ്മ പിരിവാരാ മാല കടിച്ചു കിടക്കുന്നതൊക്കെ തോന്നടി ശരി. മാല വേണ്ട. ഈ മാലയാണ് എന്റെ ചേട്ടൻ. കൊച്ചിനെ തൊട്ടുപോലും എന്റെ കൊച്ചു ന്യൂ ഇയർ പരിപാടിക്ക് പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാ മാല പോകാഭാവി നീ നിന്റെ മോക്ക് കൊടുത്തു നോക്കിയാ മാല. അവളൊന്ന് അതിന് പോയിട്ട് വന്നിട്ട് തരാം. ചേച്ചി ന്യൂ ഇയർ പരിപാടി കഴിഞ്ഞിട്ട് ചേച്ചി ഒരു ദിവസമല്ലേ ഉള്ളൂ. ഞങ്ങളെ കണ്ണീ കണ്ടത് കാര്യമായി. ഇനി ഒരു ദിവസവും കൂടെ നിങ്ങൾക്ക് മോനുണ്ടോ എന്റെ മോളെ കൊണ്ടുപോകാനായിട്ട്? അങ്ങനെ ചോദ്യം വേണ്ട അങ്ങനെ
അവക്ക് അവളെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് എന്റെ മാല തന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന്റെ കൂടെ അതെ ഇത് ഇവിടുന്ന് പോയി എടുത്തോളാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു ബ്ലൗസ് പണിയെടുത്താൽ കൊണ്ട് തടോന്ന് പറഞ്ഞാല് ഈ ലോകത്തൊന്നും അല്ലേ മുവിത്ത ജീവിക്കുന്ന ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്ന തിന്നിട്ട് എത്ര ദിവസമാണെന്നറിയാം ചേച്ചി എന്റെ പാവങ്ങളെ പൈസ ഔഷാദൊക്കെ ഇത് അറിഞ്ഞാൽ തരൂല ഈ തള്ളയാണോ നീ തള്ളയാണോ ഓ ഞാൻ എവളെ അപ്പൊ നിനക്ക് പറഞ്ഞൂടെ ഈ മാല നീ എവിടുന്ന് വാങ്ങിച്ചേന്ന് നീ ആരെന്നാ മാല വാങ്ങിച്ചാ ഞാൻ പറഞ്ഞില്ലേ മാല വാങ്ങിച്ച വ്യക്തി ഇവിടെ നിൽക്കുന്ന. ഞാൻ മാല മേടിച്ചിട്ടില്ല തീർന്നല്ലേ ഞാൻ മാല മേടിച്ചിട്ടുമില്ല ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നിട്ടുമില്ല ഞാൻ ഒരു സാധനം നിങ്ങൾക്ക് തന്നിട്ടുമില്ല നിങ്ങളും എനിക്കൊന്നും തന്നിട്ടില്ല തീർന്നല്ലേ ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഈ പെണ്ണ് ഇങ്ങനെ പറയുന്ന അവസാനം ഞാൻ പറഞ്ഞു നീ മാല കഴിച്ച് കിടക്കുന്ന ഊരിട്ടാ വേറെ ഈ മാല വാങ്ങിക്കാൻ നിനക്ക് ആസ്തി ഉണ്ടായി ഈ മാല കിടക്കുന്ന നിനക്ക് ആസ്തി ഉണ്ടായി എന്റെ ആസ്തി നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്റെ ആസ്തി നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മനസ്സിലായോ എന്റെ മാല ഇവിടെ തരും മര്യാദ ഇല്ല തരൂല മാലയും മേടിക്കില്ല ഒരു തേങ്ങയും മേടിക്കില്ല കൊച്ചിന്റെ അഹങ്കാരം കണ്ട കൊച്ചിന്റെ അഹങ്കാരം കണ്ട ആ അത് എന്റെ മോളാണ് അവരിങ്ങനെ പറഞ്ഞ് ശീലമായി എന്റെ മോളാണത് എന്റെ മാല മര്യാദക്ക് തന്നില്ലെങ്കിൽ തരൂല അടി കൊണ്ടിട്ടുള്ള കാര്യം പറയാം തരൂല അതെന്താ ഈ മാല ഇടാത്ത? നീ മാല കാണിച്ചു തരൂല. വേഗം ഇട്ടിട്ട്. എന്തേ രേഖയുണ്ട്? ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഇരിപ്പുണ്ട്. ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിട്ട് മോള് പറഞ്ഞല്ല എന്തായിരുന്നു? അവിടെ വന്നപ്പോ അത് പറിച്ച് നിങ്ങൾ റെക്കോർഡ് ചെയ്തോ ഇല്ലല്ലോ record ചെയ്തു. ആ ശരി ശരി ആയിക്കോട്ടെ record ചെയ്തു. ആ എങ്കിൽ അങ്ങനെ വേടിയിട്ട് നിങ്ങൾ മാല തരാൻ നിങ്ങൾ റെക്കോർഡ് കൊണ്ടുപോയി വേടിയിട്ട് തരുന്നില്ല മാല തരാൻ ഈ രണ്ട് കട- റെക്കോർഡും കൊണ്ടുപോയി വേടിയിട്ട് നീ മാല എഴുത്. തരൂല എന്റെ കൊച്ചിനെ തൊടാൻ പറ്റില്ല എന്റെ കൊച്ചിനെ തൊടാൻ പറ്റൂല നീ എന്റെ മാല ഉരുത്താ. തരൂല തരൂല മര്യാദയ്ക്ക് ഊരി കൊടു. തരാന്. നീ എന്റെ മാല ഉരുത്തി തരാൻ. തരൂല ആഹാ, നീ മാല ഉരുത്തി തരാൻ. തരൂലെന്ന് പറഞ്ഞില്ലേ അത് നീ നിങ്ങൾ കേസ് കൊണ്ട് കൊടു തരുന്നില്ല കണ്ട തരുന്നില്ല അഹങ്കാരം എങ്ങനെ ഇരിക്കുന്നു തരുന്നില്ല അഹങ്കാരം. ഇത്രയും നേരം ഞാൻ താഴ്മയായിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് നീ കേട്ടോ ഒരാഴ്ച എന്ന് പറഞ്ഞ് കഴുത്തി ഇട്ടോണ്ട് വന്നപ്പോ ഞാൻ ആയിക്കോട്ടെ എങ്ങനെ സഹിക്കണം? അതൊക്കെ കഴിഞ്ഞില്ലേ നീ ഒരാഴ്ച അവധി എന്ന് പറഞ്ഞ നീ കൊച്ചു കഴുത്തി ഇട്ടോണ്ട് മാല വന്നപ്പോ പിന്നെ ഞാൻ എങ്ങനെ സഹിക്കണം? ഞാൻ നാളെ തരാന്ന് പറഞ്ഞാ നാളെ തരാന്ന് പറഞ്ഞ ഇപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞ ഇവിടെ ഇല്ല പണം ഇരിക്കുന്നു പറഞ്ഞ സാധനം നിന്റെ മോളെ കഴുത്തി കിടക്കുമ്പോ അത് ചോദിക്കുമ്പോ അപ്പൊ സാധനം കണ്ടല്ലോ ഇത്ര നേരം തുണ്ടല്ലായിരുന്ന കാണേണ്ടത് സാധനം കണ്ട സാധനം തിരിച്ചു തരാൻ സാധനം കണ്ട പറ്റാത്ത. നാളെ തരും നാളെ നീ തരും ഇത്ര നേരം തുണ്ടില്ല നിന്റെ ബാങ്കിൽ തന്നു എന്തെല്ലാം കള്ളം പറഞ്ഞു പിന്നെ ഞാൻ എങ്ങനെ അത് ഞാൻ നാളെ തരും നീ എന്തേലും റെക്കോർഡ് ചെയ്യുന്നു ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ അത് ഞങ്ങൾ തെളിവാണ് ഞാൻ എങ്ങനെ വിശ്വസിക്കും നീ നാളെ തരൂ ഞാൻ എങ്ങനെ നാളെ നിങ്ങൾ വാ ഞാൻ നാളെ സാധനം തരാം പറഞ്ഞു ബാങ്കിൽ പണം ഇരിക്കുന്നു ബാങ്കുകാരെ തുണ്ടിരിക്കുന്നു പറഞ്ഞു ആ തുണ്ട് ഇത്രയും നേരം ഞാൻ തരാന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല നിങ്ങൾ ഞാൻ ഈ മുതൽ ഞാൻ ചോദിച്ചപ്പോ ബാങ്കിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞു ആ മുതൽ നിന്റെ മോൾ ഇട്ടോണ്ട് കഴുത്തി ഇട്ടോണ്ട് ഇറങ്ങി വന്നു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ലല്ലേ നിങ്ങൾ പറഞ്ഞില്ല എന്റെ അടുത്ത് ബാങ്കിൽ ഇരിക്കുന്ന പറഞ്ഞു അതെ തന്നെ അതൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ കഴുത്തി മാല കിടക്കുന്നപ്പോ ഞാൻ എങ്ങനെ സഹിക്കണം? പിടിച്ച് മേടിക്കാടി മാല തരാനും മര്യാദയ്ക്ക് ഇത് തരുന്നില്ല സാധനം ഇത് പിടിച്ചു വാരി നിങ്ങൾ പിടിച്ചോ ഇത് സാധനം തരുന്നില്ല ഇത് എന്ത് കൂത്തുന്ന ഞങ്ങൾ മാല സാധനം തരുന്നില്ല ചേച്ചിക്കും അനിയത്തിക്ക് സാധനം തരുന്നില്ല തീർന്ന വാങ്ങിച്ചത് നീ എന്നാ വന്ന് വാങ്ങിച്ചത്? നിങ്ങളല്ലല്ലോ എനിക്ക് തന്നത് കൊച്ചു മര്യാദയ്ക്ക് മാല നിങ്ങളല്ലല്ലോ എനിക്ക് തന്നത് എന്റെ ചേട്ടത്തിയാ തന്നത്. ഒന്ന് കൊടുത്താ മതി. നിങ്ങളല്ലല്ലോ തന്നത് ഇല്ല തരൂല ആന്റി അല്ലേ വാങ്ങിച്ചോളാൻ പറഞ്ഞു നിങ്ങളല്ലല്ലോ തന്നത് ഞാൻ തന്നത് നീ മാല ഊരി നീ. മാല ഊരി വാങ്ങി കൊടുത്തു. നീ മാല വെച്ചിട്ട് ഒരേന്ന് അടിക്കില്ല. ഞാൻ പോലീസിന്റെ കൊടന്ന് കൊടന്ന് മാല ഊരൂല നീ മാല ഊരി. നാട്ടുകാർ കൂടിട്ടുണ്ടോ? അത് കൂടി മാല ഊരി. ആറ്റിക്ക് ഞങ്ങൾ മാല ഊരി. എന്റെ കൊച്ചിനെ തൊടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ ഊരി നീ മാല. നീ മര്യാദയോടെ ഇരിക്കാൻ കാണിക്കണം നീ. കൊച്ചിനെ തൊടല്ലേ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടിച്ച് ശരിയാക്കും നീ ഇടിക്കോ ഞാൻ ഇടിക്കോ നീ ഇടിക്കോ എന്റെ കൊച്ചിനെ തൊടല്ലെന്നാണ് പറഞ്ഞത് എന്റെ കെട്ടിയോടെ എടുത്ത് ഞാൻ എന്റെ കെട്ടിയോനെ എന്റെ മാല വെച്ചിട്ട് നീ ഞാൻ നിങ്ങളെ കെട്ടിയവനെ വരുത്ത എന്റെയും കെട്ടിയവനെ വരുത്താൻ എനിക്ക് അറിയാനേ കേട്ടോ മാല ഊരി നീ. കൊച്ചിന്റെ മാല ഉരുന്നില്ല ഒരു തേങ്ങ ഉരുന്നില്ല പറഞ്ഞില്ലേ ഞങ്ങൾ മാല വെച്ചിട്ട് അവളെ അടിക്കാൻ അവൻ വയ്യാത്തോളം അവളെ അടിക്കാൻ അല്ല ആരടിക്കുന്ന എന്നെ എന്നെ പിടിച്ചു കൊച്ചാ മാല കൊടു നീ മാല കൊടു മാല കൊടുക്കൂല മാല കൊടുക്കൂല എന്തോ ചെയ്യൂന്ന് പറയുന്നത് നാട്ടുകാരെ വിളിച്ചു കൈ എന്റെ കൊടു കൊടു ആ കൊടു 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 അനിയത്തിയാണ് എന്നെ പിടിച്ചു വെച്ചേക്കുന്നത് മാല പിടിച്ചോ മാല പിടിച്ചോ പോലീസ് വിളിക്കാം പോലീസ് വിളിക്കാം മാല ഊരൂല നോക്കട്ടെ അത് നമ്മളതാണോ നോക്കട്ടെ പൊട്ടി 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 മാല ഇങ്ങോട്ട് ഇതാ ആന്റി ഓ മാല പൊട്ടി നീ സ്വർണ്ണ നോക്കുന്നല്ലോ അല്ലേ നിങ്ങളല്ലേ മാല അപ്പൊ ഇത് നീ പണയം വെക്കാൻ കൊടുത്തു ഇത് തന്നെയാ നീ എന്റെ കഴുത്തിൽ ഇത് തന്നെ ഇത് തന്നെ സംഭവം തന്നെ സംഭവം തന്നെ നോക്ക് സംഭവം തന്നെ നോക്ക് അല്ലെങ്കിൽ അവള് പറയുക മാറ്റി നീ നോക്ക് ഉണ്ടയില്ലായിരുന്നോടി അല്ല ഷമീത നോക്കണ്ട നോക്കണ്ട കൊടുക്കരുത് അല്ല അവരതിൽ നിന്ന് കണക്ട് നോക്കി അല്ലെങ്കിൽ കേസ് വേറെ വഴിക്കും ഇത് നിന്റെ ആണോ
അല്ലെന്ന് തോന്നുന്നു ഇവക്ക് ഭ്രാന്ത് ആന്റിയെ ഓ എനിക്ക് ഈശ്വരോ. ഇല്ലെന്ന് തോന്നുന്നു വിലയായിരിക്കും വില നിന്നെ പറ്റിക്കുന്നെങ്കിൽ എല്ലാരും കൂടെ കളിയാൻ പറ്റിക്കുന്ന ഞാൻ നോക്കട്ടെ ഇത് ഞാൻ നോക്കിട്ട് പറയാം. ഞാൻ നോക്കിട്ട് നിങ്ങൾ അത് പിടിച്ച് വാക്കി, ഞങ്ങൾ എന്ത് ചെയ്യാം? ഇല്ല ഇല്ല വേണ്ട വേണ്ട നോക്കട്ടെ ഒരു വട്ടം മേടിച്ചിട്ട് പിന്നെ എപ്പോഴും നോക്കട്ടെ വിലയാണോ വില ആ സ്വർണ്ണാണോ നോക്കാൻ പോവാ സ്വർണ്ണാണോ നോക്കാൻ പോവാ ഞാൻ നോക്കേണ്ടി വരട്ടെ വള ഇനി എപ്പോഴും തരും വള എടുത്തിട്ട് തുണ്ട് കാട്ടും. വള എന്ന് തരും ഓ, വള എന്ന് തരും ഇത്രയും ചെയ്തിട്ട് ഞാൻ വളയല്ല ഒന്നും തരൂലേ. നീ പേട്ട വന്നാ കിട്ടോ ഏ? പേട്ട വന്നാ കിട്ടോ പേട്ട വന്നാൽ ചിലപ്പോ കിട്ടുമായിരിക്കും. പേട്ട വരുമോ? പേട്ടയിൽ എവിടെ വരണം എവിടെ പേട്ടയിൽ എവിടെ വരണം പേട്ടയിൽ കേരളോമതിയിൽ അവിടെ വരുമോ? കേരളാമതിൽ എവിടെ വന്നിട്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴത്തേക്ക് വിനീതേനെ ചോദിച്ചാൽ അവര് തരും. പൈസ തരും ആ, വള തരും. വിനീത ചോദിച്ചാ വിനീത തരും അതോ പൈസ തരും വിനീതേ തരും, വളയും തരും. വളയും തരും ഉയ്യോ, ഇത് നമ്മളെ കയ്യിലിരിക്കുന്ന വള നിങ്ങൾ എങ്ങനെ കയ്യിൽ അല്ല വന്നത് നിങ്ങളും അവിടെ ഉള്ളവരല്ലേ, അപ്പൊ പിന്നെ നിങ്ങളെ അങ്ങനെ ചോദിച്ചാലേ ആ കിട്ടത്തുള്ളൂ. ഇത് സംഭവം എന്താ അറിയാമോ ഇത് കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു അയ്യോ ഇത് പറയണ്ടേ നേരത്തെ ശ്ശേ. പൊട്ടിപ്പോയി ഇത് ഞാൻ കൊണ്ടുപോയി. ഇത് പൊക്കളത്, അയ്യോ പൊക്കളത്. ആ ക്ലൈമാക്സ് പൊട്ടിപ്പോണ്ടല്ല ഒരൊറ്റ വലി. ഒറ്റ വലിയതാ നോക്കടി എനിക്ക് പൊട്ടിയടി, കഴുത്തി പൊട്ടി, എല്ലാം പൊട്ടി. എന്തൊക്കെയാണ് ഇല്ല, ഇല്ല, അങ്ങനെ പിന്നെ ഇതേപോലെ സൗകര്യങ്ങൾ ഇപ്പൊ കിട്ടാൻ വലിയ പാടാണ്. അങ്ങനെയാ ഒരു കൈ മുറിഞ്ഞാ പോലും അത് ഷെയർ ചെയ്യാതെ കിടക്കത്തില്ല ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം